ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തന്നെയാണ് തുടർന്നും ചിന്തിക്കേണ്ടത്. ഭക്തന്മാർ ഭൗതിക കാരണങ്ങളാൽ ദൈവികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെടും, കബളിക്കപ്പെടുകയും ചെയ്യും. ഒരു വ്യക്തമായ ഉദാഹരണം പറയാം. കോടിക്കണക്കിന് ഡോളർ ബാങ്ക് നോട്ടുകൾ കൈവശം ഉള്ള ബുദ്ധിമാനായ വ്യക്തി അവ വെറും കടലാസ് കെട്ടുകൾ മാത്രമാണെന്ന് ശരിക്കും അറിയാമെങ്കിൽ പോലും അവ ഉപയോഗിക്കാതെ കൈവശം വച്ചേക്കുകയില്ല. 10 ലക്ഷം ഡോളർ നോട്ടുമായിട്ട് കൈവശമുള്ളയാൾ ഒരു വലിയ കടലാസ് കെട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്നത്. എന്നാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അയാൾ അത് ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് നേട്ടമുണ്ടാകും. അതേപോലെ കടലാസ് കെട്ട് പോലെ തന്നെ ഈ ഭൗതിക ലോകവും യഥാർത്ഥമാണെങ്കിലും ലാഭകരമായ ഉപയോഗം അതിനെ കൊണ്ടുണ്ട്. നോട്ടുകൾ കടലാസ് കഷ്ണമാണെങ്കിലും അത് പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കാരാണ്. അതിനാൽ അവയ്ക്ക് പൂർണ്ണ മൂല്യമുണ്ട്. അതേപോലെ ഈ ഭൗതിക ലോകം യാഥാർത്ഥ്യമോ താൽക്കാലികമോ ആയിരിക്കാം. എന്നാൽ അത് ഉത്ഭവിച്ചത് സർവേശ്വരനിൽ നിന്നാകയാൽ അതിന് പൂർണ്ണമായിട്ടുള്ള മൂല്യമുണ്ട്. വൈഷ്ണവ ദാർശനികർ ഭൗതിക ലോകത്തിൻ്റെ പൂർണ്ണ മൂല്യം അംഗീകരിക്കുന്നു. അത് ഉചിതമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനും അയാൾക്കറിയാം. പക്ഷേ നോട്ട് അയഥാർത്ഥ്യമായ കടലാസ് തുണ്ട് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച മായാവാദി അത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആ പണം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു. പരമപുരുഷനെ സേവിക്കാനുള്ള മാർഗം എന്ന നിലയിൽ ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രാധാന്യം പരിഗണിക്കാതെ അതിനെ അയഥാർത്ഥമെന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയാണെങ്കിൽ ആ പരിത്യാഗത്തിന് തീരെ മൂല്യമില്ലെന്ന് ചൈതന്യ ഗോസ്വാമി പ്രഖ്യാപിക്കുന്നു. ഭഗവത് സേവനത്തിൻ്റെ കാര്യത്തിൽ ഭൗതിക ലോകത്തിൻ്റെ ആന്തരിക മൂല്യം അറിയാവുന്നവനും ഭൗതിക ലോകത്തോട് ഒട്ടി നിൽക്കാത്തവനും വിഷയസുഖങ്ങൾക്ക് വേണ്ടി ആ ഭൗതിക ലോകത്തെ കൈക്കൊള്ളാതെ അതിനെ പരിത്യജിക്കുന്നവനും ആണ് യഥാർത്ഥ സന്യാസത്തിൽ അവസ്ഥിതനായിരിക്കുന്നത്. ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ വികാസമാണ് ഈ ഭൗതിക ലോകം. അതിനാൽ അത് യഥാർത്ഥമാണ്. സർപ്പരഞ്ജ ന്യായത്തിൻ്റെ ഉദാഹരണം കൊണ്ട് തീരുമാനിക്കുന്നത് പോലെ അത് മിഥ്യയല്ല. ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂത്രേയം മണികണായി വ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും നൂലിൽ കോർത്തിരിക്കുന്ന മണിരത്നങ്ങളാണെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൂല്യം നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ എവിടെ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ തൊട്ട് കാണിക്കുന്നതിനൊക്കെ അതിന് വില പറയും. പക്ഷെ നമ്മളെ ഒന്ന് തൊട്ട് കാണിച്ചാലോ എന്ത് വിലയെ കൽപ്പിക്കുക? ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. നമ്മളാണ് ശരിക്കും മൂല്യമുള്ളത്. ഈ കാണുന്ന വസ്തുക്കൾക്കെല്ലാം മൂല്യം കൽപ്പിച്ചത് നമ്മളാണെങ്കിൽ ആ മൂല്യനിർണ്ണയം എടുക്കാനുള്ള കഴിവാർക്കാണ്? നമുക്കാണ്. നമുക്ക് ആ മൂല്യം നൽകുന്നത് ആരാണ്? പരമേശ്വരനാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് വേണം ഈ ഭൗതിക ലോകത്തെ വ്യവഹരിക്കാൻ എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. നേരെ തിരിച്ചാണ്. നമ്മൾ ഭൗതിക ലോകത്ത് വ്യവഹരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ആശ്രയിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നില്ല. നമ്മുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട്, കാര്യം നേടാൻ വേണ്ടിയിട്ട് അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഈശ്വരനെ ആശ്രയം പ്രാപിക്കുന്നവരാണ് അധികവും. അതുകൊണ്ടാണ് ശാശ്വതമായിട്ടൊന്നും നിലനിൽക്കാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വേദമൂർത്തികൾ പറയുന്നത്, ഭക്തന്മാരല്ലാത്തവർ ഭൗതിക കാരണങ്ങളാൽ ദൈവികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഭൗതിക കാരണങ്ങളാൽ ഭക്തന്മാർ പൂർണ്ണമായ ഭക്തന്മാരല്ലെങ്കിലും പ്രകടന ഭക്തി കൊണ്ട് നടക്കുന്നവരും യഥാർത്ഥത്തിൽ ദൈവികരായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും ഒക്കെ ഏർപ്പെടാറുണ്ട്. അത് തന്നെയാണ്. ഇല്ലാത്തവരാണെങ്കിൽ തീരെ ഇടപെടാതിരിക്കണം. അതും ചെയ്യുന്നില്ല. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈശ്വര കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് നമുക്ക് ചുറ്റുവട്ടമുള്ളത്. കാരണം ഈശ്വരൻ്റെ സാന്നിധ്യമില്ലാതെ അവർക്ക് പോലും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. അവർ പോലും അറിയാതെ അതിലൊക്കെ ഇടപെട്ടു പോകും. അതാണ് പ്രകൃതിയുടെ നിയമം.
നേരിട്ട് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആടിപ്പാടി നടക്കുന്നവരായിരിക്കും. ഈശ്വരനെ തീരെ വിശ്വാസമില്ല, ക്ഷേത്രങ്ങളിൽ പോകില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല, വിശ്വാസം എനിക്ക് തീരെയില്ല, അതിനെയൊക്കെ നിന്ദിക്കുകയും ചെയ്യും. എന്നാലും വേണ്ടില്ല, ഈശ്വരനെ ആശ്രയിക്കാതെ ഇവർക്കും നിലനിൽക്കാൻ സാധ്യമല്ല, ചരാചരങ്ങൾക്ക് പോലും നിലനിൽക്കാൻ സാധ്യമല്ലെങ്കിൽ. പക്ഷേ ഇവരത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഭക്തിവാദികളായെന്ന് പറഞ്ഞ് നടക്കുന്നവരോ, അവരും പൂർണ്ണമായിട്ട് ഭൗതിക ശക്തിക്ക് അടിമയായിക്കൊണ്ടാണ് ഈശ്വരന് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. നമ്മുടെ അഭിഷ്ടകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയം പ്രാപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭക്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണ്ടേ. 99% അങ്ങനെ തന്നെയാവും. കേവലം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ല, എന്നെ ശരിക്കറിയാവുന്നവർ വിരളിൽ എണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുന്നേ? കബളിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ യഥാർത്ഥ ഭക്തി മാർഗത്തിലേക്ക് എത്താത്തവർ, ഭക്തർ പോലും കബളിക്കപ്പെടും, വഞ്ചിക്കപ്പെടും. ഒരു വ്യക്തമായ ഉദാഹരണം പറയാം. ഇപ്പം അത് തന്നെയാണ് പറഞ്ഞത്, കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ബാങ്കിലോ എവിടെയെങ്കിലും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഖജനാവിൽ സൂക്ഷിച്ചിട്ടോ എന്താ കാര്യം? അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അവകാശ തർക്കങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളായിരിക്കും പിൻതലമുറ ചെയ്യുക. അതുകൊണ്ട് ഈശ്വര നിയമം അനുസരിച്ച് ഒന്നും സമ്പാദിച്ചു വെക്കാനും കരുതി വെക്കാനും നിയമമൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുക. ആദ്യം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ ശരീരമാണ്. കാരണം ഈ ഭൗതിക വസ്തുക്കളെ ആർജിക്കാനുള്ള കപ്പാസിറ്റി പോലും നമുക്ക് ലഭിക്കുന്നത്, അതിനുള്ള ബുദ്ധിയും എല്ലാ ശക്തികളും ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ. അപ്പോൾ ശരീരമാധ്യമം ധർമ്മസാധനം എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഈ ശരീരമാണ് മാധ്യമം. അപ്പോൾ അതിൽ ഉള്ള ശക്തിയാണ് ഈശ്വരൻ. ഈ ശരീരത്തിനകത്താണ് നമ്മൾ പുറത്ത് തേടി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കബളിക്കപ്പെടുന്നത്. നമ്മൾ വഞ്ചിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് പുറത്ത് തേടി നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കബളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്നങ്ങനെ പുറത്ത് മാർക്കറ്റൈസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ആരെങ്കിലും എന്തെങ്കിലും ഫലം നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പൂജയോ വേദവൈദിക കർമ്മങ്ങളോ ഒക്കെ ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ അവസാനം അതിൽ നിന്ന് കബളിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിനുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാവും. കാരണം ഈശ്വരൻ തന്നെ എങ്ങനെയാണ്? കാരണം നമ്മളെ ഭക്തിയിലേക്ക്, ദൃഢഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇഷ്ടഭോഗങ്ങളെ നൽകി നമ്മളെ ഭ്രമിപ്പിക്കും. അർജുനൻ പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലേക്ക് എത്തണം. എനിക്ക് ഭൗതികമായ ഇന്ദ്ര പദവി തന്നെ നൽകിയാലും ഞാൻ ഇതിൽ ഈ ഒരു കർമ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ആയുധം എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയും. അപ്പം ഭഗവാനും നമ്മളെ ഭൗതിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് നമ്മളെ ഭ്രമിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടും. കാരണം എന്താ? അത് ഇന്നലെ സന്തതി ചോദിച്ചാലും വേണ്ട, അവിശ്വസിദ്ധി എന്ത് പ്രാർത്ഥിച്ച് നേടിയാലും വേണ്ടില്ല, അതേ കാരണം കൊണ്ട് നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടും. അപ്പം അർജുനൻ തന്നെ ഭഗവാൻ ഭഗവാനിലൂടെ കിട്ടിയ നേട്ടങ്ങളെ എപ്പോഴും വിസ്തരിച്ചിട്ട് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന്. കാരണം ഭഗവാൻ സ്വധാമം വിട്ടുപോയി, അത് ദുഃഖഹേതുവായിട്ട് മാറി. കാരണം എന്താ? ഭഗവാനോട് ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ കാരണം എന്താ? ഇവരെ എല്ലാ ഘട്ടങ്ങളിലും ഭഗവാൻ സംരക്ഷിച്ചിരുന്നു. എപ്പോഴൊക്കെ ദുഃഖങ്ങളോ എന്ത് പരിസ്ഥിതി ഉണ്ടായാലും ഇവരെയൊക്കെ സഹായിക്കാൻ വന്നിരുന്നു. ആ സഹായിച്ച ഘട്ടങ്ങളൊക്കെയാണ് അർജുനൻ ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മുടെ സ്വഭാവം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് വേണം ഭൗതികതയിൽ ഈ പറയുന്ന വസ്തുക്കളൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് പോലും നമുക്കത് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം ആശ്രയിച്ച് നിൽക്കുന്ന ഈ പ്രകൃതിയെയും നമ്മൾ ഇഷ്ടഭോഗങ്ങളായി കരുതുന്നവർ പോലും കരുതുന്ന വസ്തുക്കളോ ഇഷ്ടബന്ധുക്കളോ ആയാലും അതിനെയൊക്കെ വേണ്ട വിധത്തിൽ നമുക്ക് സമ്പർക്കദോഷമോ സംഘദോഷമോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ ജീവിക്കുന്നതാണ് അനായാസന ജീവിതം എന്ന് പറയുന്നത്. അത് സാധിക്കണമെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞിരിക്കണം. വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ ചിലപ്പോൾ കബളിക്കപ്പെടും. ഈശ്വരൻ വിശ്വസിക്കാനുള്ളതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയും. കാരണം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ ചിലപ്പോൾ സാധിച്ചു തന്നിരിക്കും. പക്ഷേ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തനായിക്കൊള്ളണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ കിട്ടിയതൊക്കെ നഷ്ടപ്പെടും. അതില്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ചോളണം, നമുക്ക് എന്ത് ചോദിച്ച് തന്നാലും വേണ്ടില്ല, ഭഗവാൻ നാളെ അത് മറക്കപ്പെടും, നമ്മൾ കബളിപ്പിക്കപ്പെടും, ഇല്ലെങ്കിൽ വഞ്ചിക്കപ്പെടും. എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. കാരണം എന്താ? അത് ദുഃഖഹേതുവായിട്ട് മാറും. നമുക്ക് പുരാണങ്ങളുടെ ഏത് കഥ എടുത്താലും നമ്മുടെ തന്നെ അനുഭവം എടുത്തോളൂ. ഭഗവാനോട് ചോദിച്ചിട്ട് എന്ത് വാങ്ങിയാലും വേണ്ടില്ല, നാളെ അത് നഷ്ടപ്പെടും, എന്നിട്ട് നമ്മൾ ദുഃഖിക്കും. എന്നിട്ട് ചിലപ്പോൾ ഗുരുവായൂരപ്പനോട് വരെ ദേഷ്യം തോന്നിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കും.
നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, ഇഷ്ടപ്പെട്ടവരായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടവസ്തുക്കളായിക്കോട്ടെ, നമ്മളെ വിട്ടു പിരിയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ തന്നിട്ട് തിരിച്ചെടുത്തവനെ നമ്മൾ ദേഷ്യപ്പെടും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ, ഈ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഭൗതികതയെ ആശ്രയിച്ചാലുള്ള കുഴപ്പം. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന എല്ലാവിധ ശരീരശക്തി ആയിക്കോട്ടെ, നമുക്ക് ഭൗതികമായിട്ട് ഇനി നോട്ടോ സ്വർണ്ണോ വീടോ ഭൂമിയോ എന്ത് കിട്ടിയാലും വേണ്ടില്ല, അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ ഇപ്പോൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അത് ചെയ്യാതെ നെട്ടോട്ട് ഓടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ എനിക്ക് അതില്ല ഇതില്ല മറ്റുള്ളവരുടെ ഒക്കെ നോക്കിയിട്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി മത്സരിച്ച് നെട്ടോട്ടത്തിൽ ഓടിയാൽ ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ, പലരെയും എനിക്ക് തന്നെ നേരിട്ടറിയാം, എല്ലാം ഉണ്ട്, പക്ഷേ അതൊന്നും, ആ സുഖമൊന്നും വേണ്ടവണ്ണം അനുഭവിക്കാൻ സാധിക്കാതെ മറ്റുള്ളവരെ കുറ്റവും പരാതിയും പറഞ്ഞ് ഇങ്ങനെ മരുന്നും മന്ത്രവുമായിട്ട് കഴിഞ്ഞു കൂട്ടും. ഒരിക്കലും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ. എന്നാൽ എല്ലാവർക്കും ഉണ്ട് താനും. അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുക, അതറിയാതിരിക്കുക, എന്നിട്ട് ബാഹ്യമായ വിഷയങ്ങളെപ്പറ്റി ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കുക. ഇത് ജീവിതം വ്യർത്ഥമാക്കുകയാണ്. നമുക്ക് കിട്ടിയ ജീവിതം വേണ്ട വിധത്തിൽ ആസ്വദിച്ചോളാനാണ് ഭഗവാൻ പറഞ്ഞേക്കണത്. പക്ഷെ അതിനുള്ള പക്വത നമ്മൾ ഉണ്ടാക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരീയ അവബോധമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനി നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലും ഒരു ചാരിറ്റി പ്രവർത്തനം, സേവനം, ലോകസേവാർത്ഥം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് നമ്മൾ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കണം. ഈശ്വര ശക്തി റിയലൈസേഷനിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞിട്ട് വേണം നമ്മൾ ഭൗതിക ലോകത്ത് വ്യവഹരിക്കാൻ എന്നർത്ഥം. എങ്കിൽ അതിനോട് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഏത് ഘട്ടത്തിലും നമുക്കിത് ഉപേക്ഷിച്ച് പോയാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. ഇപ്പം അർജുനെ സംബന്ധിച്ച് എടുത്തെടുത്ത് ഭഗവാൻ ചെയ്തിട്ടുള്ള ജീവിതകാലത്ത് ഭഗവാൻ സഹായിച്ച എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് എടുത്തെടുത്ത് പറയാൻ തന്നെ കാരണം എന്താ? ഭഗവാനോടുള്ള ഭഗവാനെ അമിതമായിട്ട് ആശ്രയിച്ച അറ്റാച്ച്മെൻറ്റും മമതാബന്ധവും ഉണ്ടാക്കി വച്ചിരുന്നത് കൊണ്ട് ഭഗവാൻ ഒരു സുപ്രഭാതത്തിൽ ലോകം വിട്ടു പോയപ്പോൾ അത് സഹിക്കാൻ പറ്റാതെയായി. എന്നിട്ടിങ്ങനെ എണ്ണിപ്പെറുക്കി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ്. അപ്പോൾ മനുഷ്യരെങ്ങനെയാണ് സാധാരണ ചെയ്യുക? ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചവരുടെ അവസ്ഥ പോലും ഇങ്ങനെയാണ് എന്നർത്ഥം. ഭഗവത്ഗീതയൊക്കെ കേട്ട ആളാണ് അർജുനൻ, എന്നിട്ടും കരഞ്ഞു വിളിച്ചിരിക്കുക. എന്നാൽ ഭഗവാൻ പോയി ഉദ്ധവരെ കൂട്ട് എന്നെ കൊണ്ടോടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലല്ല ചെയ്ത്. ഇവിടെയാണ് ഭക്തർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഉദ്ധവനും ഭക്തനാണ്, അർജുനും ഭക്തനാണ്. ഭഗവാൻ രണ്ടുപേരും അനുഗ്രഹിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഈ ഈശ്വരപ്രാപ്തിയും ഈശ്വര സാക്ഷാത്കാരവും പരമപദപ്രാപ്തി എന്ന് പറയുന്നത് വ്യക്തിഗതമാണ്. നമുക്ക് ആരെയും പൂന്താനം പോലും കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് ഭാര്യയും ഇല്ലെങ്കിൽ ആരെയും കൂടെ കൊണ്ടുപോകാം, ഉടലോടെ ഒന്നും ആരെയും കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ സ്വയം തന്നെ ഇതിൽ ആത്മബോധം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് ചിലതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തണം എന്ന് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗഹനമാണ്. അപ്പം മനുഷ്യൻ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ദുഃഖം മാറുന്ന അവസ്ഥയിലേക്കോ ഇല്ലെങ്കിൽ ആത്മജ്ഞാനം നേടാൻ ഉള്ള ലക്ഷ്യത്തിലോ ഒന്നും അല്ല. ആദ്യം നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ്റെ ശക്തിയെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതിനെ എടുത്തുപയോഗിക്കുമ്പോൾ നമുക്ക് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അനുഭവം ഉണ്ടാകും. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. 50% നമ്മുടെ ശക്തി ഓൾറെഡി നമ്മളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈശ്വരനുള്ളവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാതെ വിശ്വസിക്കുന്നവരും നിരീശ്വരവാദിലും സ്ത്രീയും പുരുഷനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മറ്റ് ജീവജാലങ്ങളും ഒക്കെ 50% ഈശ്വരൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിത്യജീവിതം കഴിക്കുന്നത്.
ആ ശരീരം നശിക്കുന്ന അത്രയും കാലം ജനനം മുതൽ മരണം വരെ പ്രകൃത്യ തന്നെ സംരക്ഷിക്കുമ്പോൾ സർവ്വപ്രകൃതി ജൈഗുണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പ്രകൃത്യ ഉള്ള ചില ഗുണങ്ങൾ, ഈശ്വരൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളിലൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ജനിച്ചാൽ മരണം വരെ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നോളും, മരിക്കേണ്ട സമയത്ത് മരിച്ചോളും, നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് തോന്നിവാസം നടന്നാലും വേണ്ടില്ല. ഈ ഒരു പ്രോസസ്സ് ഭഗവാൻ നമുക്ക് കാരുണ്യത്താൽ നൽകിയിരിക്കുന്നതാണ്. പക്ഷേ അതിനെ പോലും വേണ്ട വണ്ണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈശ്വരൻ നൽകിയിരിക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഗുണം, ഉപയോഗിക്കാതിരിക്കാന്നുള്ള ഇരിക്കുമ്പോൾ ഉള്ള ദോഷം, അത് സമ്പർക്കദോഷം, സംഘദോഷം, പല വിധത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലും ദോഷം ലിപ്തമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ജീവിക്കാൻ സാധിക്കുന്നതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനുള്ളിരിക്കുന്ന ഈശ്വര ശക്തിയെ സാക്ഷാത്കരിക്കണം. അതിൻ്റെ 50% നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അറിയാതെയാണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിനെ ആദ്യം തിരിച്ചറിയണം, എന്നിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് സാധനാബലം എന്ന് പറയുന്നത്. എന്തിനാ ഈ സാധനം? വേദവൈദിക മാർഗത്തിലായാലും ജപതപാദികളായാലും അഷ്ടാംഗയോഗമായാലും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? ആദ്യം നമ്മുടെ ഈശ്വരൻ നൽകിയിരിക്കുന്ന ശക്തികൾക്ക് സ്റ്റേബിലിറ്റി ഉണ്ടാക്കുക. സ്റ്റേബിലിറ്റി ഉണ്ടാക്കിയിട്ട് വേണം അതിനെ അപ്ഗ്രേഡ് ചെയ്യുക. ഇതിനാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തിയെ സ്റ്റേബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. ആ സ്റ്റേബിലിറ്റി ഉണ്ടാക്കിയിട്ട് വേണം അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ എന്നർത്ഥം. നമ്മളെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭൗതികയെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വരനിൽ വ്യവഹരിക്കുക ചെയ്യുന്നത്. നേരെ തിരിച്ചാ വേണ്ടത്. ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഭൗതികതയിൽ വ്യവഹരിക്കണം. തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം തിരിച്ചറിയണം. പിന്നെ ഭക്തിമാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പ്രത്യക്ഷ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടരുത്. എന്ത് കിട്ടിയാലും അത് ദുഃഖഹേതുക്കളായിട്ട് മാറും. അതും മനസ്സിലാക്കുക. ഇത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഭൗതികതയിൽ വ്യവഹരിക്കാവുള്ളൂ. അത് സാധ്യമാകണമെങ്കിൽ ഈശ്വരനെ നമ്മൾ സാക്ഷാത്കരിക്കണം എന്നർത്ഥം. സാക്ഷാത്കരിച്ചിട്ട് നമ്മൾ സേവനത്തിന് പോലും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെടാവുള്ളൂ. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.